നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിലെ ദുരൂഹത നീക്കാൻ പോലീസ്. ഗോപൻ സ്വാമിയുടെ മരണം സംബന്ധിച്ച മക്കളുടെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ്. മരണദിവസം വീട്ടിൽ വന്ന നെയ്യാറ്റിൻകര സ്വദേശികളെക്കുറിച്ചും അന്വേഷണം. സ്ലാബ് പൊളിക്കുന്നത് സംബന്ധിച്ച് കുടുംബത്തിന് നോട്ടീസ് നൽകി. എതിർത്ത് ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ഗോപൻ സ്വാമി രാവിലെ 11 മണിക്കാണ് മരിച്ചതെന്നും പിറ്റേ ദിവസം പുലർച്ചെ വരെ ആരെയും മരണവിവരം അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം റിപ്പോർട്ടറിനോട് സമ്മതിച്ചു. മരണം ഉറപ്പിച്ചതിനു ശേഷമാണ് പൂജ നടത്തി സ്ലാബിട്ട് മൂടിയതെന്നും ഭാര്യയും മകനും വ്യക്തമാക്കി. അച്ഛൻ സമാധിയാകുന്ന കാര്യം 3 ദിവസത്തിന് മുന്നേ തന്നെയാണ് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ പൾസിലൊന്നും ഒരു അനക്കമില്ലായിരുന്നെന്ന് അത് പോയിട്ട് ശ്വാസം മൂക്കിലില്ല, നല്ല രീതിയിലുള്ള ഒരു ഉറപ്പിച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. സമാധി ചടങ്ങുകളോടെ തന്നെയാണ് അച്ഛനെ സമാധി ചടങ്ങുകൾ ചെയ്തത്. ഇപ്പോൾ 2 സൈഡും കെട്ടിയെടുത്ത ഞാനും അനുജൻ തന്നെയാണ്. മോൻ പറഞ്ഞ് അമ്മ അങ്ങനെ ഇവിടെ കിടന്ന് വിളിച്ചാൽ അച്ഛൻ്റെ പൂജ നമുക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റൂല, അമ്മ കരയിൽ ഞങ്ങളുടെ സഹകരിക്കണം. റഹീസ് റഷീദ് എത്തുന്നു നമുക്കൊപ്പം. റഹീസ് റഷീദ്, സ്ലാബ് എപ്പോൾ പൊളിക്കണം എന്നതിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് സബ് കളക്ടർ പറഞ്ഞത്. ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയെ സമീപിക്കാനായിട്ടുള്ള ഒരുക്കത്തിന്റെ ഭാഗമായാണ് ഇന്നലെ തന്നെ നോട്ടീസ് വേണമെന്ന് ആവശ്യപ്പെട്ടത് എന്നുള്ളത് അഭിഭാഷകന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായതുമാണ്. ഇന്നത്തെ സാഹചര്യം എങ്ങനെ? സബ് കളക്ടർ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി ഏത് ദിവസമാണ് സ്ലാബ് പൊളിച്ച് ഗോപൻ സ്വാമിയെ പുറത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് എന്ന കാര്യത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കും. ഒരുപക്ഷെ ജില്ലാ കളക്ടർ അനിതാകുമാരി ആയിരിക്കും ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് എന്നറിയുന്നു. അത് ഉച്ചയ്ക്ക് മുമ്പ് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഇന്നലെ നിയമപരമായ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരുന്നു. ഈ സ്ലാബ് പൊളിച്ച് ഗോപൻ സ്വാമിയെ പുറത്തെത്തിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു നോട്ടീസ് മക്കളായ സനന്ദനും രാജസേനും ഇന്നലെ രാത്രി ഡിവൈഎസ്പി നെയ്യാറ്റിൻകര ഡിവൈഎസ്പി കൈമാറിയിരുന്നു. ആ നോട്ടീസ് അനുസരിച്ച് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്യാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ച ഫോണിലൂടെയുള്ള ചർച്ചകൾ ഇതിനകം തന്നെ അവസാനിച്ചിട്ടുണ്ട്. ആദ്യം ഇന്നലെ കൊടുത്ത നോട്ടീസ് അടിസ്ഥാനമാക്കി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. അതിനുശേഷം ഈ ഉത്തരവ് പുറത്തിറങ്ങുമ്പോൾ ആ ഉത്തരവ് അഡീഷണൽ ഡോക്യുമെൻ്റായി ഹൈക്കോടതിയിൽ സമർപ്പിച്ച് ഇത് പൊളിക്കാൻ അനുവദിക്കരുത് എന്നാവശ്യപ്പെടുകയാണ് ചെയ്യുക. ഇന്നലെ കൊടുത്ത നോട്ടീസിൽ ഏത് ദിവസമാണ് ഇത് പൊളിച്ചു മാറ്റുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന ഉത്തരവിൽ ഏത് ദിവസമാണ് ഇത് പൊളിക്കേണ്ടതെന്ന് കൃത്യമായി പറയും. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് നാളെ തന്നെ പൊളിച്ചു നീക്കാനായിരിക്കും ഉദ്യോഗസ്ഥരുടെ തീരുമാനമെന്ന് നമ്മൾ അറിയുന്നു. അൺഒഫീഷ്യലായി അവർ അത്തരമൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഹർജി ഫയൽ ചെയ്ത് ഇന്ന് തന്നെ പരിഗണിക്കണമെന്നോ അല്ലെങ്കിൽ നാളെ പരിഗണിക്കണമെന്നോ ആവശ്യമായിരിക്കും കുടുംബം മുന്നോട്ട് വയ്ക്കുക. എന്തായാലും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്ന ഒരു തീരുമാനമായി തന്നെ പോലീസ് ഇവരെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് രാവിലെയും മക്കളോടും ഗോപൻ സ്വാമിയുടെ ഭാര്യയോടും സംസാരിക്കുമ്പോൾ ഇത് പൊളിച്ചു നീക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് അവർ നിൽക്കുന്നത്. എങ്കിലും ഹിന്ദു ഐക്യവേദി പറയുകയാണെങ്കിൽ അതിന് സമ്മതിക്കാമെന്ന ഒരു പകുതി സമ്മതം ഞങ്ങൾക്കുണ്ട് എന്ന വാക്കുകൾ കൂടി അവർ പറയുന്നുണ്ട്. ഇന്നും പ്രദേശത്ത് കനത്ത പോലീസുണ്ട്, നാട്ടുകാർ കുറേയധികം വന്നിട്ടുണ്ട്. ഇപ്പോൾ അഭിഭാഷകൻ ആ വീട്ടിലുണ്ട്. ഹൈക്കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആരോഗ്യപരമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന് ഏതൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഏതൊക്കെ ഡോക്ടറെ കണ്ടു എന്ന വിവരങ്ങളെല്ലാം വീട്ടിൽ നിന്ന് അഭിഭാഷകൻ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. സുജയ. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്. സമാധി സമയത്ത് ഉണ്ടായിരുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് നടന്നതെന്നതിനെ കുറിച്ച് അവർ പറയുന്ന അഭിപ്രായങ്ങൾ അതെല്ലാം കണക്കിലെടുക്കുന്നുണ്ട്. സ്ലാബ് പൊളിക്കുന്ന കാര്യത്തിലുള്ള തീരുമാനമാണ് ഇനി അറിയേണ്ടത്.